സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ സാധ്യത. ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതായാണ് സൂചന. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നിൽ 3-2 ഭൂരിപക്ഷത്തോടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി, ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP ഈ പുതിയ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി വത്തിക്കാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു അറിയിപ്പാണ് ലഭിക്കേണ്ടത്. വത്തിക്കാൻ ഈ കാര്യം സ്ഥിരീകരിച്ചാൽ, അതായത് പുതിയ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ 53 ബിഷപ്പുമാർ ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് ഇനി ഏതായാലും പൂർത്തിയാക്കേണ്ടതുള്ളത്. വത്തിക്കാനിൽ പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലും ഈ പ്രഖ്യാപനം ഉണ്ടാവും. നേരത്തെ ഈ പാലാ ബിഷപ്പിന്റെ അടക്കമുള്ള പേരുകൾ ഈ കാര്യത്തിൽ, അതായത് പുതിയ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെട്ടിരുന്നു. ഏതായാലും പുതിയ ആളെ ഏതായാലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഏതായാലും വൈകിട്ടോടുകൂടി തന്നെ വ്യക്തത ലഭിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായി തുടർന്നു വരുന്ന ഈ സിനഡ് യോഗം ഇന്ന് അവസാനിക്കും. എന്നാൽ ഈ സ്ഥാനാരോഹണം സംബന്ധിച്ച് അത് എന്നുണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഈ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹത്തിന് തന്നെ സാധ്യത എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. KP പാലാ ബിഷപ്പായിട്ടുള്ള ജോസഫ് കല്ലറങ്ങാട്ടും ഒപ്പം തന്നെ ഉജ്ജയിൻ ബിഷപ്പിന്റെയും പേരാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് കേട്ടിരുന്നത്. എന്നാൽ ഈ ജോസഫ് കല്ലറങ്ങാട്ട് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു എന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഉജ്ജയിൻ ബിഷപ്പിനെയാണ് ഈ പുതിയ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ 53 പേരുടെ വോട്ടവകാശമുള്ള 53 പേര് ഈ ബിഷപ്പുമാരുടെ വോട്ട് വിലയിരുത്തിയിട്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. 3-2 ഭൂരിപക്ഷം ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉജ്ജയിൻ ബിഷപ്പിന് ഈ വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അത് ഉജ്ജയിൻ ബിഷപ്പിന് തന്നെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് കരുതുന്നത്. നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കിരൺ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.